KPC പ്രസിഡന്റ് താല്പര്യത്തെ പോലും മറികടക്കുന്നതാണ് എന്ന സവിശേഷതയും കൗതുകവും കൂടി അതിനകത്തുണ്ട്. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ സതീശൻ മുഖ്യമന്ത്രിയാകരുത് എന്ന നിലപാട് ദേശീയ നേതൃത്വത്തിന് മുൻപാകെ സ്വീകരിച്ചതാണ്. പക്ഷേ സണ്ണി ജോസഫിന്റെ താല്പര്യത്തെ, സണ്ണി ജോസഫ് അടക്കമുള്ള 40 MLA-മാരുടെ താല്പര്യത്തെ ജനവികാരം എന്ന് പറയുന്ന സംഗതി മറികടന്നു പോവുകയും അത് പരിഗണിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർബന്ധിതമാവുകയും ചെയ്തതാണ്. എൻ്റെ ഇവിടെ മുഹമ്മദ് അസ്ലമുണ്ട്, കോഴിക്കോട്. അസ്ലം, ഈ കോൺഗ്രസിനകത്ത് ഒരു പ്രതിസന്ധിയുടെ സാധ്യത ഉണ്ടാകുമോ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നമ്മൾ ഉറ്റുനോക്കിയിരുന്നു. അതിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു പ്രതികരണവും നൽകാതിരിക്കുകയാണ്. അദ്ദേഹം ഒരു സീരിയസ് പ്രൊട്ടസ്റ്റിലേക്ക് പോയേക്കുമോ? ഇല്ല, കാരണം തീരുമാനത്തിന് മുമ്പ് അല്ലെങ്കിൽ തീരുമാനം അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ 3 പേരെ അറിയിച്ചിരുന്നു. KC വേണുഗോപാലുമായി വിശദമായി രാഹുൽ സംസാരിച്ചു. രാഹുൽ ഗാന്ധി തന്നെ ഖാർഗെജിയും പിന്നെ രമേശ് ചെന്നിത്തലയെ വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു. സീനിയോറിറ്റി എന്നൊരു വാദം മാത്രമാണ് അദ്ദേഹം ഇതുവരെയും മുന്നിൽ വെച്ചിരുന്നത്. മാത്രമല്ല, അല്ലെങ്കിൽ സമവായ സ്ഥാനാർത്ഥി സാധ്യത മാത്രമേ അവർ കണ്ടിരുന്നുള്ളൂ. MLA-മാരുടെ പിന്തുണയോ അല്ലെങ്കിൽ ഘടകകക്ഷികൾ അദ്ദേഹത്തിന്റെ പേര് പറയുകയോ ഒന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വിലപേശലിന് ഒരു പരിമിതി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും അമർഷവും പ്രതിഷേധവും അറിഞ്ഞുവന്നതിനപ്പുറത്തേക്ക് മന്ത്രിസഭയിൽ മാറി നിൽക്കുക എന്നുള്ള കടത്ത നടപടിയിലേക്ക് അദ്ദേഹം പോകുമെന്ന കാര്യം സംശയമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്നത്. അതേസമയം ഒരു പ്രധാനപ്പെട്ട വകുപ്പ് അദ്ദേഹത്തിന് നൽകി അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ AIC നേതൃത്വം തന്നെ നടത്തിയേക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പരിഗണിക്കപ്പെട്ടിരുന്നവരിൽ മൂന്നാമൻ തന്നെയായിരുന്നു ശരിക്കും രമേശ് ചെന്നിത്തല. കാരണം KC വേണുഗോപാലായിരുന്നു MLA-മാരുടെ പിന്തുണ കൂടി വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്നത്. പിന്നീട് രണ്ടാമതായി VD സതീശന്റെ പേര് വരുന്നു. അതാണ് ചർച്ചകളുടെ അവസാനം തീരുമാനം വന്നത്. മൂന്നാമത്തെ ഘട്ടത്തിൽ മാത്രമാണ് രമേശ് ചെന്നിത്തല, അദ്ദേഹം സീനിയോറിറ്റി മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചത്. കൂടുതൽ MLA-മാർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഘടകകക്ഷികളോ ആർത്തിൽ ജനവികാരമോ ആർത്തിൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മുൻഗണന, അതോടൊപ്പം തന്നെ ഒരു സീനിയോറിറ്റി മാനദണ്ഡം മുൻവെച്ചുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പരിഗണിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരുടെ ആവശ്യമാണ് ശരിക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ കടുത്ത തീരുമാനത്തിലേക്ക് അദ്ദേഹത്തിന് പോകുമെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം ഹൈക്കമാൻഡ് നേതൃത്വത്തെ ഇക്കാര്യത്തിൽ തന്റെ അമർഷവും പ്രതിഷേധവും വിളിച്ചപ്പോൾ തന്നെ അവർ അറിയിച്ചിട്ടുണ്ട്. നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് പങ്കെടുക്കുമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അവർ പങ്കെടുത്തേക്കെന്ന് പറയുന്നുണ്ട്, പങ്കെടുക്കില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും എത്രത്തോളം അദ്ദേഹത്തിന്റെ പ്രതിഷേധം പോകുമെന്നത് നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും അദ്ദേഹത്തെയും കൂടി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഹൈക്കമാൻഡ് നേതൃത്വം നടത്തും. എന്തായാലും KPC പ്രസിഡന്റ് കൂടി നമുക്കറിയാം, KC വേണുഗോപാലിന്റെ പേരാണ് അദ്ദേഹം പിന്നെ പറഞ്ഞതെന്നാണ് നമുക്ക് പിന്നെ പുറത്തുനിന്ന വാർത്തകളിലൂടെ അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹവും ചോദ്യങ്ങൾ നേരിട്ടില്ലെങ്കിൽ പോലും അതിനെ അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായി മറ്റു നടപടികളിലേക്ക് പോവുക, നിയമസഭാ കക്ഷി വിളിക്കുക, അതോടൊപ്പം തന്നെ ഗവർണറെ കാണുമ്പോഴുള്ള സത്യപ്രതിജ്ഞയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള മറ്റു നടപടികളിലേക്ക് പാർട്ടിയും നീങ്ങിയിരിക്കുന്നു. സംസ്ഥാനത്ത് എല്ലായിടത്തും ആഹ്ലാദ പ്രകടനങ്ങൾ വലിയ തോതിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ കാര്യങ്ങൾ VD സതീശൻ നടത്തിൽ തന്നെ മറ്റു നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല എതിർപ്പ് സ്വാഭാവികമായിട്ടും പരിഹരിക്കും. പക്ഷേ അത് എത്രത്തോളം അദ്ദേഹം ആ എതിർപ്പുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിലാണ് നമുക്ക് പറയാൻ കഴിയാത്ത. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ആവശ്യത്തിൽ കേൾക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം മാറിയതിനു ശേഷമാണ് പുതിയ 2021 മുതൽ പുതിയ പ്രതിപക്ഷ നേതാവ് എന്നതിൽ VD സതീശൻ വരികയും ആ സമയത്ത് തന്നെയും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്പേസ് കൃത്യമായി നിലനിർത്തിക്കൊണ്ട് പോയാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യമായ സർക്കാരിനെതിരായ പ്രതികരണങ്ങളിലൂടെ അതോടൊപ്പം തന്നെ പല പരിപാടികളിലൂടെ സംസ്ഥാനത്തുടനീളം അദ്ദേഹം ഉയർന്നു മാത്രമല്ല ഒരു വിഭാഗം പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം എപ്പോഴും നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ ഒരു വിജയിച്ചു വരുമ്പോൾ പരിഗണിക്കപ്പെടുന്നുണ്ട് പ്രതീക്ഷിച്ചു. അതിന്റെ സീനിയോറിറ്റി എന്ന് പറയുന്ന മാനദണ്ഡം അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുകയും ചെയ്തു. അതേസമയം തന്നെ പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ള വസ്തുതയാണ്. എന്തായാലും എത്രത്തോളം അദ്ദേഹത്തിന്റെ പ്രതിഷേധം നീങ്ങും എന്നറിയില്ല. എന്തായാലും VD സതീശൻ നമുക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, കേരളത്തിൽ ഒരുപക്ഷെ MLA-മാരുടെ പിന്തുണപ്പുറത്തേക്ക് ഒരു ഗ്രൂപ്പിന്റെയും പിന്തുണ ഇല്ലാതെ ഒരു നേതാവിന് കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും ഉയരത്തിലുള്ള ഒരു പോസ്റ്റിലേക്ക് എത്താൻ കഴിയുക എന്ന് പറയുന്ന ഒരു അസാധാരണമായ ഒരു വളരെ വലിയ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു അത്ഭുതമാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഗ്രൂപ്പുകളാണ് ശരിക്കും കോൺഗ്രസിന്റെ സമവാക്യം എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ നേതാവ് വരുന്ന ആളാണ് സ്വാഭാവികമായിട്ടും പല അർത്ഥത്തിലും ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുക. അത് കരുണാകരന്റെ കാലത്താണെങ്കിലും ആന്റണിയുടെ കാലത്താണെങ്കിലും പിന്നീട് ഉമ്മൻചാണ്ടി ആയപ്പോഴും രമേശ് ചെന്നിത്തല പിന്നെ ആഭ്യന്തരമന്ത്രിയായി വരുന്നപ്പോഴൊക്കെ എല്ലാം തന്നെ ഈ AI ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ഒരു സമവാക്യത്തിന്റെയും അതിലുള്ള ഒരു ഇതായിരുന്നു. ഒരു ഗ്രൂപ്പിന്റെയും പിന്തുണ ഇല്ലാതെ വരുന്നു. മാത്രമല്ല, വിജയിപ്പിച്ച MLA-മാർ ഭൂരിഭാഗവും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കെ ജനവികാരം എന്ന് പറയുന്ന കാര്യത്തിൽ മുൻനിർത്തിക്കൊണ്ട് ഘടകകക്ഷികളുടെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് ജനങ്ങളുടെ പിന്തുണയും ഘടകകക്ഷികളുടെ പിന്തുണയും നേടിയെടുത്തു.